നമ്മുടെ ലോകം ഇന്ന് ശബ്ദങ്ങളാൽ നിറഞ്ഞതാണ്. എപ്പോഴും എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടേയിരിക്കണം, നമ്മുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കണം എന്നൊരു വാശി നമുക്കെല്ലാവർക്കുമുണ്ട്. മിണ്ടാതിരിക്കുന്നത് ഒരു ബലഹീനതയാണെന്ന് പോലും പലരും കരുതിപ്പോകുന്നു. എന്നാൽ സത്യത്തിൽ വാക്കുകളെക്കാൾ ശക്തി മൗനത്തിനുണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സംസാരിക്കാൻ പഠിക്കുന്നതിനേക്കാൾ വലിയൊരു കലയാണ് മിണ്ടാതിരിക്കാൻ പഠിക്കുക എന്നത്. അനാവശ്യമായ വാക്കുകൾ നമ്മളെ എത്രത്തോളം ഊർജ്ജമില്ലാത്തവരാക്കുന്നുവെന്നും മൗനം നമ്മളെ എങ്ങനെ കരുത്തരാക്കുന്നുവെന്നും തിരിച്ചറിയേണ്ടത് ഇന്നത്തെ കാലത്ത് അത്യാവശ്യമാണ്. പലപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനോ അല്ലെങ്കിൽ നമ്മുടെ അഹങ്കാരം സംരക്ഷിക്കാനോ വേണ്ടിയാണ്. ഒരു തർക്കമുണ്ടാകുമ്പോൾ മറുപടി കൊടുക്കാതിരിക്കുന്നത് തോൽവിയല്ല, മറിച്ച് അതൊരു വലിയ വിജയമാണ്. കാരണം ആ നിമിഷം നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ സമാധാനമാണ് സംരക്ഷിക്കുന്നത്. മൗനമെന്നാൽ വെറുതെ മിണ്ടാതിരിക്കുക എന്നല്ല അർത്ഥം, അത് കേൾക്കാൻ പഠിക്കുക കൂടിയാണ്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊന്നും പഠിക്കാൻ കഴിയില്ല. എന്നാൽ നിശബ്ദരായിരിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ലോകത്തെയും മറ്റുള്ളവരുടെ ഉള്ളിലെ വികാരങ്ങളെയും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. വാക്കുകൾക്ക് മുറിവേൽപ്പിക്കാൻ കഴിയും, പക്ഷേ മൗനത്തിന് മുറിവുകളെ ഉണക്കാൻ കഴിയും. അനാവശ്യമായി ചിതറിപ്പോകുന്ന നിങ്ങളുടെ ഊർജ്ജത്തെ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ തിരിച്ചുവിടാൻ മൗനത്തിന് സാധിക്കും. ഏറ്റവും വലിയ ചിന്തകളും വലിയ മാറ്റങ്ങളും ജനിക്കുന്നത് മൗനത്തിൽ നിന്നാണ്. നിങ്ങൾ നിശബ്ദനായിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം കൂടുതൽ വ്യക്തമാകും. നമ്മൾ ആരാണെന്നും നമുക്ക് സത്യത്തിൽ എന്താണ് വേണ്ടതെന്നും തിരിച്ചറിയാൻ ആ നിശബ്ദത സഹായിക്കും. മനസ്സ് കലുഷിതമായിരിക്കുമ്പോൾ സംസാരിച്ചാൽ അത് പലപ്പോഴും അബദ്ധങ്ങളിലേക്കാണ് നയിക്കുക. ആ സമയത്ത് മൗനം പാലിക്കുന്നത് വലിയൊരു സുരക്ഷാ കവചമാണ്. മൗനം പാലിക്കുന്ന ഒരാളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. കാരണം അയാളുടെ വാക്കുകൾ ആയുധമാക്കാൻ മറ്റുള്ളവർക്ക് അവസരം ലഭിക്കുന്നില്ല. നിശബ്ദത ഒരു ഭീരുത്വമല്ല, മറിച്ച് അത് വിവേകപൂർണമായ ഒരു തിരഞ്ഞെടുപ്പാണ്. ജീവിതത്തിൽ എപ്പോഴൊക്കെ മിണ്ടാതിരിക്കണം എന്ന് പഠിക്കുന്നവൻ പകുതി യുദ്ധം ജയിച്ചു കഴിഞ്ഞു. വാക്കുകൾ വെള്ളിയാണെങ്കിൽ മൗനം സ്വർണമാണെന്ന് പറയുന്നത് എത്ര ശരിയാണ്. നിങ്ങളുടെ മൗനത്തിനു പോലും ഒരർത്ഥമുണ്ടാകണം. അനാവശ്യമായ ബഹളങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. ദിവസവും കുറച്ചു സമയമെങ്കിലും നിശബ്ദമായി ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ തിരിച്ചറിയും ലോകത്തിലെ ഏറ്റവും വലിയ സംഗീതം നിശബ്ദതയാണെന്ന്. ശാന്തമായ മനസ്സിന് മാത്രമേ മൗനത്തിന്റെ ആഴം അളക്കാൻ കഴിയൂ. ആ മൗനത്തിലൂടെ നമുക്ക് നമ്മളെ തന്നെ കണ്ടെത്താം. ഹരേ കൃഷ്ണ.